ഹായ്, ഞാൻ ഡോക്ടർ നയന. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ 2 വീഡിയോസിന്റെ കണ്ടിന്യൂഷൻ വീഡിയോ ആണ്. കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് കമ്പൾസീവ് സെക്ഷൽ ബിഹേവിയർ അല്ലെങ്കിൽ ഹൈപ്പർ സെക്ഷുവാലിറ്റി ഓർ സെക്സ് അഡിക്ഷനെ പറ്റിയിട്ട് ആണ്. അതിന്റെ കണ്ടിന്യൂഷൻ വീഡിയോ ആണ് ഇന്നത്തത്. കഴിഞ്ഞ വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. ഈ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സെക്ഷൽ അഡിക്ഷനിലേക്ക് പോയാൽ അതിൽ നിന്നുണ്ടാവാൻ സാധ്യതയുള്ള കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, ഇതിനെ എങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും, അതുപോലെ സെക്ഷൽ അഡിക്ഷനും ഹൈ ലിബിഡോയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ട്രീറ്റ്മെന്റ് എങ്ങനെയൊക്കെയാണ്, എങ്ങനെ കോപ്പിംഗ് നമുക്ക് സാധ്യമാകും എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ ആദ്യം നമുക്ക് കോംപ്ലിക്കേഷൻസിലേക്ക് വരാം. ഒരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻസ് അബൌട്ട് സെക്സ് ആൻഡ് റിലേഷൻഷിപ്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ലോ സെൽഫ് എസ്റ്റീം, ഗിൽറ്റ്, ഷെയിം ഒക്കെ നമുക്ക് അനുഭവിക്കാനുള്ള സാധ്യതയുണ്ട്. മാനസികമായിട്ടുള്ള അസുഖങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ലൈക്ക് ആങ്സൈറ്റി, വിഷാദത്തിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. ഫൈനാൻഷ്യൽ പ്രശ്നങ്ങൾ, ലീഗൽ കോംപ്ലിക്കേഷൻസ്, റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ടാവാം. അതുപോലെ ജോലിയെയും പഠിത്തത്തെയൊക്കെ മോശമായിട്ട് ബാധിക്കാം. സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്, HIV പോലെയുള്ള സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട്, മദ്യത്തിലേക്കും മയക്കുമരുന്നിലേക്കും ഒക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ഈ ഒരു സെക്സ് അഡിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയും നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ, സെക്സ്വൽ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സെക്ഷൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ ഡോക്ടറിനെ കാണാനും മടി കാണിക്കാതിരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഇനി ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെങ്കിലും നമുക്ക് എങ്ങനെ അത് കുറച്ച് വെക്കാം, അല്ലെങ്കിൽ ഹൗ ടു പ്രിവെന്റ് എന്നുള്ളതാണ്. ഹൗ ടു പ്രിവെന്റ് ദീസ് കോംപ്ലിക്കേഷൻസ് എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, സെക്ഷൽ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അത് വെച്ച് താമസിപ്പിച്ച് വലിയ പ്രശ്നങ്ങളാവുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഡോക്ടറിനെ കണ്ട് അതിൻ്റെ നേരത്തെ ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റിലേക്ക് പോകാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അതായത് അതൊരു സെക്ഷൽ അഡിക്ഷൻ എന്ന അവസ്ഥയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ അത് ട്രീറ്റ്മെന്റ് നേടാനായിട്ട് നമ്മൾ മടി കാണിക്കാതിരിക്കുക എന്നുള്ളതാണ് പ്രിവെൻഷന്റെ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്. അടുത്തത്, മാനസികമായിട്ടുള്ള അസുഖങ്ങൾ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയുകയുണ്ടായി, ഉന്മാദം, സ്കിസോഫ്രീനിയ, ഈറ്റിംഗ് ഡിസോർഡേഴ്സ് പോലെയുള്ള അസുഖങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഈ ഒരു ഹൈപ്പർ സെക്ഷുവാലിറ്റിയും അതിനകത്ത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും മാനസികമായിട്ടുള്ള അസുഖങ്ങൾ ഉള്ളവരാണെങ്കിൽ അത് നേരത്തെ തന്നെ ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ട് മടി കാണിക്കാതിരിക്കുക. അതുപോലെ മദ്യപാനം, മയക്കുമരുന്ന് പോലെയുള്ള സബ്സ്റ്റൻസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഒഴിവാക്കുക. അതുപോലെ ട്രിഗേഴ്സ്, ഈ ഒരു സ്വഭാവത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള ട്രിഗേഴ്സ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുകയും ആ ട്രിഗേഴ്സിനെ അവോയ്ഡ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു മാനസികമായിട്ടുള്ള അസുഖങ്ങൾ ഏത് തന്നെയുമായാലും അത് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് DSM വെച്ചിട്ടും ICD ക്രൈറ്റീരിയാസ് വെച്ചിട്ടാണ്. ഇന്ത്യയിൽ യൂഷ്വലി യൂസ് ചെയ്യുന്നത്, കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ICD ആണ്. DSM ഉപയോഗിക്കുന്നില്ല എന്നല്ല. അപ്പോൾ DSM-5 ആണ് ഇപ്പോൾ ഉള്ളത്. അതുപോലെ ICD-11 ഉള്ളത്. DSM-5 അനുസരിച്ച് ഈ ഒരു ഹൈപ്പർ സെക്ഷുവാലിറ്റി അല്ലെങ്കിൽ സെക്ഷൽ അഡിക്ഷൻ ഒരു ഒഫീഷ്യൽ ഡയഗ്നോസിസ് അല്ല. പക്ഷെ ICD-11 നമ്മൾ ഒരു ഒഫീഷ്യൽ ഡയഗ്നോസിസ് ആയിട്ട് സെക്ഷൽ അഡിക്ഷനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ഇതൊരു ഒഫീഷ്യൽ ഡയഗ്നോസിസ് ആണ് ഇപ്പോൾ. ബട്ട് ഇത് ഒരുപാട് പേർക്ക് ഇതുള്ള ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. DSM-5 അത് ഡയഗ്നോസിസിനകത്ത് പെടുത്തിയിട്ടില്ലെങ്കിൽ പോലും ഒരുപാട് ുള്ളൊരു ബുദ്ധിമുട്ട് തന്നെയാണ് നമ്മളുടെ ഈ ഒരു ബുദ്ധിമുട്ട് എന്നുള്ളത്. അത് നമ്മളത് മനസ്സിലാക്കുകയും എനിക്ക് മാത്രമല്ല ഇതുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുകയും ഡോക്ടറിനോട് പറയുന്ന കാര്യങ്ങൾ അത് കോൺഫിഡൻഷ്യൽ ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുകയും ട്രീറ്റ്മെന്റിന് വേണ്ടി മുന്നോട്ട് വരികയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും ട്രീറ്റ്മെന്റിന് വരുമ്പോൾ ഈ ഒരു ഹൈ ലിബിഡോ, അതായത് കൂടുതലായിട്ടുള്ള സെക്ഷൽ ആഗ്രഹങ്ങളുള്ള ആൾക്കാരുണ്ട്. അതും ഈ സെക്ഷൽ അഡിക്ഷനും ഒന്നാണോ? അല്ല എന്നാണ് എനിക്ക് പറയാനായിട്ട് സാധിക്കുക. സോ ഹൈ ലിബിഡോ ഈസ് നോട്ട് എ കൺസേൺ അൺലെസ് ആൻഡ് അൺടിൽ ഇറ്റ് അഫക്ട്സ് യുവർ ഡെയിലി ലൈഫ്, യുവർ റിലേഷൻഷിപ്പ് ആൻഡ് യുവർ മെന്റൽ ഹെൽത്ത്. സോ ഈ ഒരു സെക്ഷൽ റിലേഷൻഷിപ്സ് അത് എന്ത് തന്നെ ആയിക്കോട്ടെ, മാസ്റ്റർബേഷൻ ആയിക്കോട്ടെ, പോണോഗ്രഫി കാണുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ പേയിങ് ഫോർ സെക്സ് ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മളുടെ സെക്ഷൽ അഡിക്ഷനകത്ത് പെടുന്നവ തന്നെയാണ്. പക്ഷേ ഇതൊക്കെ ഒരു ഹൈ ലിബിഡോയുടെ ഭാഗമായിട്ടും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇതൊരു സെക്ഷൽ അഡിക്ഷൻ ആണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് എന്നുള്ളത്, അതായത് ഈ ഒരു ബിഹേവിയറുകൾ കാരണം
നമ്മളുടെ മാനസിക ആരോഗ്യത്തെ, ശാരീരിക ആരോഗ്യത്തെ മോശമായി ബാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അതുപോലെ നമ്മുടെ ഡെയിലി ലൈഫിനെയും നമ്മുടെ റിലേഷൻഷിപ്സിനെയും നമ്മുടെ ജോലിയെയും ഒക്കെ മോശമായിട്ട് ബാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊരു സെക്ഷൽ അഡിക്ഷൻ ആണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. സോ ഇനി ട്രീറ്റ്മെന്റിലേക്ക് വരാം. ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ അത് മെഡിസിൻസും ഉണ്ട്, സൈക്കോതെറാപ്പിയും ഉണ്ട്. മെഡിസിൻസ് അതിനകത്ത് മൂഡ് സ്റ്റെബിലൈസേഴ്സ്, ആന്റി ഡിപ്രസൻസ്, അതുപോലെ ഹോർമോൺ ട്രീറ്റ്മെന്റ് ഒക്കെയാണ് മെഡിസിൻ പാർട്ടിൽ വരുന്നത്. തെറാപ്പീസിനകത്ത് സൈക്കോഡൈനാമിക് സൈക്കോതെറാപ്പി, CBT പോലെയുള്ള സൈക്കോതെറാപ്പീസും ആവശ്യമായിട്ട് വന്നേക്കാം. ഹൗ ടു കോപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ട്രിഗേഴ്സ് ഐഡന്റിഫൈ ചെയ്യുക, ട്രിഗേഴ്സ് നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അതുപോലെ റിലാക്സേഷൻ ടെക്നിക്സ് പഠിക്കുന്നതും, ഒരുപാട് റിലാക്സേഷൻ ടെക്നിക്സ് അവൈലബിൾ ആണ്. ബ്രീത്തിങ് ടെക്നിക്സ് ഉണ്ട്, പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ ഉണ്ട്, അങ്ങനെ ഒരുപാട് റിലാക്സേഷൻ ടെക്നിക്സ് ഉണ്ട്, വിഷ്വലൈസേഷൻ ഉണ്ട്. അപ്പോൾ അത് ഏതെങ്കിലും നമ്മൾ പഠിച്ചെടുത്ത് അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് വഴി നമുക്ക് ഈ ഒരു കമ്പൽസീവ് ആയിട്ടുള്ള തോട്ട്സ് കുറയ്ക്കാനായിട്ട് സഹായകരമാണ്. അതുപോലെ സ്ട്രെസ് മാനേജ്മെന്റുമാണ് നമ്മൾ കോപ്പിംഗ് സ്ട്രാറ്റജീസ് ആയിട്ട് പറയുന്നത്. സോ ഈ ഒരു വിഷയത്തെ പറ്റി നിങ്ങളുടെ സംശയങ്ങൾ മാറിക്കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആരെങ്കിലും ഇതിലൂടെ ഈ ഒരു ബുദ്ധിമുട്ടിലൂടെ സഫർ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സീക്ക് ഹെൽപ്പ്.